എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ലുച്ചയുടെ മോൺസ്റ്റർ രൂപം അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി ലുച്ചി അവൻ ഡെവൽ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അതിന്റെ പവർ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കഴിയുന്നത്. അടുത്ത സെക്കൻഡ് ഇപ്പൊ ആ ബിൽഡിങ് അത് കത്താനായിട്ട് ആരംഭിക്കും. ജനങ്ങളെല്ലാവരും അറിഞ്ചും പുറഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അപ്പൊ ചിലര് പറയും ഇതുവരെ മുകളിൽ നിന്ന് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഇതിന്റെ എല്ലാം പിന്നില് ആ സ്ട്രോ ഹാറ്റ്സും ടീമും തന്നെയാണ്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് മുകളിലേക്ക് പോയി ഐസ്ബർഗിനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ മുകളിലേക്ക് ഓടാൻ തുടങ്ങും. ബാക്കിയുള്ളവര് എങ്ങനെയെങ്കിലും ആ തീ അത് അണയ്ക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ വില്ലന്മാര് അവർക്കാണെങ്കില് മുകളിലേക്ക് പുക വരുന്നത് കാണുമ്പോൾ തന്നെ പിടികിട്ടും ആ ബിൽഡിങ് അത് കത്താനായിട്ട് ആരംഭിച്ചു എന്ന്. അവരവിടുന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവള് പറയും, നിങ്ങൾ ആരൊക്കെ ആണെങ്കിലും ഐസ്ബർഗിന്റെ ബോഡിയിൽ തൊട്ടാ നിങ്ങൾ വിവരം അറിയും. അതിനാ വില്ലനാണെങ്കില് പൊട്ടിച്ചിരിക്കും. അവൻ പറയും, നിങ്ങളെ ഇനി ഞങ്ങളായിട്ട് നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അധികം വൈകാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാവും. പിന്നെ നിനക്കൊരു കാര്യം അറിയോ, എന്റെ ഈ ഒരു എബിലിറ്റി അത് വളരെ പവർഫുൾ ആയിട്ടുള്ള എബിലിറ്റി ആണ്. ഷോർട്ട് റേഞ്ചിലും ലോങ് റേഞ്ചിലും വളരെ എഫക്റ്റീവ് ആയിട്ട് ഇത് ഉപയോഗിച്ച് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയും. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും പൗലി അവനാണെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും പുറകിലേക്ക് പോവാൻ തയ്യാറാവില്ല. അവർ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴേക്കും താഴെയുള്ള ജനങ്ങള് അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ മുകളിലേക്ക് കയറി വരാൻ തുടങ്ങും. അത് മനസ്സിലാക്കിയ ആ വില്ലൻ അവന്റെ പവർ അത് മുഴുവൻ റിലീസ് ചെയ്ത് ടെമ്പസ്റ്റ് കിക്ക് എന്നൊരു കിക്ക് ആ ബിൽഡിങ്ങിന് നേരെ പ്രയോഗിക്കും. ആ ഒരു ബ്രഹ്മാണ്ഡ കിക്കിന്റെ പവറില് ബിൽഡിംഗ് പോലും ഇപ്പൊ രണ്ടായിട്ട് തകരാൻ തുടങ്ങും. ഉടനെ ജനങ്ങള് അവരിപ്പോ അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. ബിൽഡിംഗ് ആണെങ്കിൽ ഓരോ ഭാഗങ്ങളായി അങ്ങനെ തകർന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നാമിക്ക് നേരെ വലിയൊരു ചുമരിന്റെ പീസ് അങ്ങനെ വരും. അത് കണ്ട് സോറോ അവനത് താങ്ങി നിർത്തും. പൗലി ഓടി വന്ന് ഐസ്ബർഗിനെ പൊക്കിയെടുക്കും. പക്ഷെ ഓൾറെഡി പൗലിക്ക് ഇത്രയും പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഐസ്ബർഗിനെ ഒരുപാട് നേരം എടുത്തു നിൽക്കാനായിട്ട് കഴിയില്ല. വീണ്ടും ആ വില്ലന്മാര് സ്റ്റൈലായിട്ട് നടന്നു വന്ന് നമ്മുടെ ആൾക്കാരുടെ മുൻപില് റൗണ്ട് ചെയ്ത് നിൽക്കും. അതിലൊരുത്തൻ ഇപ്പൊ പൗലിയുടെ പേര് വിളിക്കും. അവൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾക്കാർക്കും എന്റെ പേര് വിളിക്കാനോ എന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഇല്ല. നിങ്ങളെ എല്ലാവരെയും ഇത്രയും നാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ കണ്ടത്. അതിനവര് പറയും, നീ മാത്രമേ ഞങ്ങളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ ആരും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരും. അത് കണ്ട ലൂഫി ആ ലെഫേർഡിന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞൊരിട്ടി. അതവൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവനെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവന്റെ കൈ വെച്ച് ലൂഫിയുടെ വയറ്റില് ഒരൊറ്റ അടി. അങ്ങനെ ചോര തുളുമ്പി ലൂഫി താഴെ വീഴും. കലിപ്പ് തീരാതെ ലൂഫിയുടെ തലയിൽ പിടിച്ച് അങ്ങനെ ഉയർത്തി നീ ഐലാൻഡ് മുഴുവൻ ഒന്ന് ചുറ്റി കണ്ടിട്ട് വായോന്ന് പറഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിയും. അത് കണ്ട് സോറോ നോ എന്നലറിക്കാറി അവന്റെ സ്ക്വാഡുമായിട്ട് ആ വില്ലന്റെ നേർക്ക് വരും. പക്ഷെ ഞൊടിയിടയിൽ വില്ലൻ അവന്റെ ബോഡി അയണാക്കി മാറ്റി സോറോയുടെ കത്തി അതങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ച് ഫുൾ ഫോഴ്സില് കൈ ചുരുട്ടി സോറയുടെ വയറ്റില് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് സോറയുടെ കയ്യിലുണ്ടായിരുന്ന അവന്റെ സ്ക്വാഡ് അത് താഴെ പോവും. അവൻ സോറയെയും ഇപ്പൊ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അവൻ വെള്ളത്തിലേക്ക് അടിച്ചു വീണ് അങ്ങനെ മുങ്ങിപ്പോവും. നാമിക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേ എന്നൊന്നും അറിയില്ല. അവൾ അതെല്ലാം കണ്ട് ഫ്രീസ് ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ആ ഗലീലിയ കമ്പനി അത് മുഴുവനായിട്ടും തീ കത്തിപ്പടർന്ന് അങ്ങനെ ആളി നശിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ അമ്മൂമ്മ ആളിപ്പോഴും ക്യാഷ്വലായിട്ട് വെള്ളം അടിച്ച് പാട്ടൊക്കെ പാടി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞിപ്പെണ്ണ് അവള് ദൂരത്തായിട്ട് ഈ ആളി കത്തുന്ന കാര്യം ഗ്രാൻമയ്ക്ക് കാണിച്ചു കൊടുക്കും. ഗ്രാൻമ പറയും, ആ ഒരു വെപ്പൻ അതിനുവേണ്ടിയാണ് ഈ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ വില്ലന്മാര് അവരാ ഗലീലിയ കമ്പനി അത് കത്തി അമരുന്നത് നോക്കി നിൽക്കും. ഇനി അവരുടെ അടുത്ത ലക്ഷ്യം അതാ ഫ്രാങ്കിയാണ്. അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബ്ലൂ പ്രിന്റ് സ്വന്തമാക്കി അവരുടെ ഈ ഒരു മിഷനും സക്സസ്ഫുൾ ആയി ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് വമ്പ സ്റ്റൈല് പോസൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജനങ്ങളെല്ലാവരും മുകളിലേക്ക് വരുമ്പോൾ കാണുക ബോധം കെട്ടുകിടക്കുന്ന നാമിയാണ്. ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴും യഥാർത്ഥ കൾപ്രിറ്റ് അതാരാണെന്ന് അറിയില്ല. അവര് പറയും, ഇതാ നാമിയാണ്, ഇവളാ സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ ടീമിലെ ഒരു മെമ്പറാണ്. സോ ഇവളിപ്പോ നമ്മള് എന്താ ചെയ്യാ? അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ പറയും, നമുക്ക് ഇവളെ ഇവിടെ വെച്ച് തന്നെ ചവിട്ടി കൊല്ലാം. അതിന് മറ്റു ചിലര് പറയും, അയ്യോ വേണ്ട വേണ്ട, നമ്മൾ ചെയ്യുന്നത് തീരെ ശരിയല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവളെ ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വില്ലന്മാര് 4 പേരും അവരാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയെ അന്വേഷിച്ച് ഉഷാറായിട്ട് മുൻപോട്ട് പോവാണ്. അവർ പരസ്പരം പറയും, ഫ്രാങ്കി സാധാരണ അവൻ ഈ സമയത്ത് ആ ബാർ
കാറിൽ വെള്ളമടിച്ച് ഓസായിരിക്കേണ്ട സമയമാണ്. പക്ഷേ ഇപ്പൊ അവൻ ആ ലൂഫിക്കും അവന്റെ ടീമിന്റെ പിന്നാലെയാണ്. സോ അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവർ ആ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും കക്കു അവൻ താഴെ ഒരു പ്രത്യേക കാഴ്ച കാണുക. ആ ഫ്രാങ്കിയുടെ അസിസ്റ്റൻസ് അവർ ആ സിറ്റി മുഴുവൻ നടന്ന് നിലവിളിച്ച് പറയാണ്, സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ ടീം മെമ്പർ നീണ്ട മൂക്കൻ ഉസോപ്പ് അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സോ എത്രയും പെട്ടെന്ന് സ്ട്രോ ഹാറ്റും അവന്റെ ടീമിലുള്ള മെമ്പേഴ്സും ഞങ്ങളുടെ ബോസിന്റെ അടുത്തേക്ക് വരിക. അങ്ങനെ എത്തിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ നീണ്ട മൂക്കൻ ഉസോപ്പിനെ ഞങ്ങൾ ചവിട്ടിക്കൂട്ടി വെള്ളത്തിലേക്ക് വലിച്ചെറിയും. ഉടനെ ലുച്ചി അവൻ അങ്ങനെ പറന്നു വന്ന് ഇപ്പൊ അവർക്ക് മുൻപിൽ ലാൻഡ് ചെയ്യും. അവൻ ചോദിക്കും, നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ ഫ്രാങ്കി അവനിപ്പോ എവിടെയുണ്ട്? അതിന് അവര് പറയും, ഞങ്ങളുടെ ക്യാപ്റ്റനെ കുറിച്ച് ചോദിക്കാൻ നീ ആരാ? ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. അത് കേട്ട് ലുച്ചി ചിരിക്കും. ലുച്ചി പറയും, നിങ്ങൾക്ക് 3 സെക്കൻഡ് ഞാൻ ടൈം തരും. അതിനുള്ളിൽ എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചാവാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും. അതിനവര് പറയും, ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയോ? ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ആളെക്കുറിച്ച് എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? ലുച്ചി അവനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങളുടെ ഹൈഡൌട്ട് അതാ ബ്രിഡ്ജിന്റെ താഴെയല്ലേ? അവിടെ നിങ്ങളുടെ ക്യാപ്റ്റൻ ഫ്രാങ്കി അവനവിടെ ഉണ്ടോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഉടനെ അവരെല്ലാവരും ചേർന്ന് ലുച്ചി അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ ബ്രിഡ്ജിന്റെ അടിയിലുള്ള ആ ഹൈഡൌട്ട് കാണിക്കും. അവിടെയാണെങ്കിൽ ആ ഫ്രാങ്കിയും അവന്റെ അസിസ്റ്റൻസും അവരെല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ലൂഫിയുടെ കഥ കേട്ട് സഹിക്കാൻ കഴിയാതെയാണ്. ഉസോപ്പ് ആണെങ്കിൽ അവനും അവന്റെ ഫ്രണ്ട്സുമായിട്ട് വഴക്കിട്ടതും പിരിഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫ്രാങ്കിയോട് പറയും. എന്നിട്ട് വീണ്ടും അവന്റെ കപ്പൽ റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്രാങ്കിക്ക് ലോല മനസ്സായതുകൊണ്ട് തന്നെ ആ സങ്കടമൊന്നും അവന് സഹിക്കാൻ കഴിയില്ല. ഒരു ഗിറ്റാറൊക്കെ വെച്ച് ഉസോപ്പിന് അവനിപ്പോ ഒരു സാഡ് സോങ് അങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കും. ഉസോപ്പിന്റെ കഥ മുഴുവൻ കേൾക്കുമ്പോ ഇപ്പൊ ഫ്രാങ്കിക്ക് അവന് കുറ്റബോധം തോന്നും. ആ കുറ്റബോധത്തില് തിളച്ച ചായ അണ്ണാക്കിലേക്ക് ഒഴിച്ച് നിലവിളിച്ച് കരയും. ഉസോപ്പിന്റെ 200 മില്യൺ പണം അതടിച്ചു മാറ്റിയതില് അവനിപ്പോ ഒരുപാട് വിഷമം തോന്നും. അപ്പോഴായിരിക്കും ഫ്രാങ്കിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരിക. നിങ്ങളുടെ പണം എടുത്തതിന് നിങ്ങൾ എന്റെ വീട് അത് തകർത്ത് കളഞ്ഞില്ലേ? എന്റെ ആൾക്കാരെയും നിങ്ങൾ തല്ലിച്ചതച്ച് ഒരു മൂല കിട്ടില്ലേ? അതിനുറപ്പായിട്ടും നിങ്ങളോട് ഞാൻ റിവെഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അവനൊരു അന്യനെ പോലെ അലറാനായിട്ട് തുടങ്ങും. അത് കണ്ട് ഫ്രാങ്കിയുടെ അസിസ്റ്റൻസ് അവന് മെഡിസിൻ കൊടുക്കും. അപ്പോ അവൻ നൈസായിട്ട് നോർമൽ ആവും. ഫ്രാങ്കി ഉസോപ്പിനോട് പറയും, നമ്മളിനി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ ഫൈറ്റ് ചെയ്തിട്ടോ യാതൊരു കാര്യമില്ല. നിന്റെ അടുത്ത പ്ലാൻ അതെന്താണ്? നിനക്കിനി ഒരിക്കലും നിന്റെ ഫ്രണ്ട്സുമായിട്ട് യോജിച്ചു പോകാൻ കഴിയില്ല. സോ ഇനി നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ചേർന്നൂടെ എന്ന് ഫ്രാങ്ക് ചോദിക്കും. അതിന് ഉസോപ്പ് പറയും, നിങ്ങളുടെ ടീമും എന്റെ നേച്ചറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ആക്ച്വലി ഒരു പൈററ്റാണ്. സോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉസോപ്പ് ഉടനെ ഫ്രാങ്കിയോട് താങ്ക്സ് പറയും. നീ കാരണമാണ് ഇപ്പൊ ഞാൻ സേഫ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വലിയ സുനാമിയില് ഞാനും പെട്ടുപോയനെ. അതിന് ഫ്രാങ്ക് പറയും, നീ താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഇനി മുതൽ സ്ട്രേഞ്ചേഴ്സ് അല്ല. ഈ ഒരു സുനാമി അതെല്ലാ വർഷവും വരുന്നതാണ്. സോ അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഉസോപ്പ് ചോദിക്കും, ഈ സിറ്റിയില് ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രെയിൻ കയറി മറ്റേതെങ്കിലും ഐലാൻഡിലേക്ക് പോയി സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ? അത് കേട്ട് ഫ്രാങ്കി ചിരിക്കും. ആക്ച്വലി ആ ഒരു ട്രെയിൻ വന്നിട്ട് വെറും 10 വർഷമേ ആയിട്ടുള്ളൂ. ഷിപ്രൈറ്റ്സ് ആയ ടോം അദ്ദേഹമാണ് ആ ഒരു ട്രെയിൻ അത് കണ്ടുപിടിച്ചത്. ഐലാൻഡിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ട്രെയിനിൽ കയറി ലോക്ക് പോസ്റ്റിന്റെ സഹായമില്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും. ആ വിശ്വാസത്തിന്റെ പേരിലാണ് എല്ലാവരും ഇപ്പോഴും ഈ ഐലാൻഡിൽ തന്നെ ജീവിക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ സോൾജേഴ്സിനെ കാണിക്കും. ലൂച്ചി അവരെ എല്ലാവരെയും തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വില്ലന്മാര് ഇപ്പൊ ഫ്രാങ്ക് എവിടെയുണ്ടെന്നും കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. അവർ വമ്പ സ്പീഡില് ഫ്രാങ്കി തേടി പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.